എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ട് അതേസമയം അത്രയും ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇതിന് മുൻപ് ഒരുപാട് തരത്തിലുള്ള മുട്ടക്കറികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മുട്ട കുറുമയുടെ ടേസ്റ്റിലോട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അതായത് കാളാൻ എന്ന് പറഞ്ഞിട്ട്, അതായത് മഷ്റൂം വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഒരു സ്റ്റാർട്ടർ പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് തമിഴ്നാട്ടിൽ പഠിച്ചവർക്കൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു ഐറ്റം എന്നാണെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ 2 വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചാലും നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട കുറുമ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് 2.5 മീഡിയം സൈസ് സവാള. ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ അരച്ച് വെക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ആ സമയത്ത് മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ സമയം അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്രസം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഞാനിവിടെ 2 അധികം പുളിയില്ലാത്ത തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി തന്നെയാണ്. അപ്പോൾ സവാള ആദ്യം അരച്ചിട്ട് കൊണ്ടുവരാം. അതിനുശേഷം തക്കാളി അരച്ചിട്ട് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ സവാള അരയ്ക്കുമ്പോഴും തക്കാളി അരയ്ക്കുമ്പോഴും നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബട്ടറോ ഗീയോ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ഗീ ഒഴിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഗീ ഇതിന് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ബേ ലീഫ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു പട്ട, ഒരു 3 ഏലക്കായ വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് 1/4 ടീസ്പൂണോളം ചതച്ച ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ജീരകം ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ നൈസായി അരിഞ്ഞ് ചേർത്താലും അതിന്റെ പച്ചമണം മാറുന്ന വരുന്ന വഴറ്റി കൊടുക്കാം. അപ്പൊ മിക്സി ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. തക്കാളി ആണെങ്കിലും പിന്നെ നല്ല സിൽക്കി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ തീ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം മഞ്ഞപ്പൊടിയാണ്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവുള്ള മുളക് പൊടി 3/4 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ. പിന്നെ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അത്യാവശ്യം എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് എരിവും വേണ്ട. പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതങ്ങ് വഴറ്റണം. കാശ്മീരി മുളക് പൊടിയുടെ പച്ചമണം മാറാൻ കുറച്ച് അധികം സമയം എടുക്കേ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും നമ്മുടെ കറിക്ക്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൗഡേഴ്സിന്റെ ഒക്കെ പച്ചമണം ഒന്ന് നന്നായിട്ടൊന്ന് മാറട്ടെ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലോട്ട് ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്. 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റണം കേട്ടോ. അത്യാവശ്യം ഇതിന്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. അതിലോട്ട് ഇനി 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ അളവൊക്കെ ഡിപ്പെൻസ് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഇതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. കാരണം സവാള വഴറ്റാണ്ട് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു കുത്തുണ്ടാവും. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് കറി ചെയ്തപ്പോൾ അത് വഴറ്റാണ്ട് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തേ ചെയ്തത്. പക്ഷെ എന്തോ ഒരു കുഴപ്പം തോന്നിയപ്പോഴാണ് മനസ്സിലായത് സവാള വഴണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ സവാള അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള വഴണ്ടതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി നിങ്ങളുടെ എടുത്തില്ലെങ്കിൽ അതിന് പകരമായിട്ട് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുത്താലും മതിയാവും. അതായത് മല്ലിയുടെ ഇല. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനിപ്പോൾ കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർക്കുമ്പോഴാണ് ഒരു നല്ല കറക്റ്റ് ഫ്ലേവർ വരിക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളി. തക്കാളിയുടെ പുളി കൂടുതലാണെങ്കിൽ 2 തക്കാളി ചേർക്കാൻ പാടില്ല. 1.5 തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന തക്കാളിക്ക് അധികം പുളിയില്ലാത്ത കാരണം 2 മീഡിയം തക്കാളി അരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാചകം ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട്
കുക്ക് ചെയ്തെടുക്കാം. മീഡിയത്തിൽ തന്നെ തീ വെക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്, തക്കാളി നന്നായി കുക്കായി. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അതിന്റെ ഓഫ് ചെയ്ത് വെക്കുക. അതിന്റെ ചൂടെല്ലാം അറിയതിനു ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി കുക്കായിക്കോളും. ഞാൻ പറഞ്ഞ പോലെ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഞാനിപ്പോൾ കുക്കറിലോട്ട് ഇതങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈര്. ഒരു തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാ വെള്ളമാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പച്ചവെള്ളം ഞാൻ ഇനി ഇതിൽ ഒഴിക്കില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. 2 വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടെല്ലാം മാറിയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിന്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഒരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതുപോലെ തന്നെ ഒരു അല്പം ഗരം മസാല, അല്പം ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് ചെറിയ തീയിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കാം. അതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 6 മുട്ട ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം 1 മിനിറ്റോളം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണ പോലെ. ഒരുപാട് നേരം മുട്ട ഇതിൽ എണ്ണയിലിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുന്ന മുട്ടയുടെ വൈറ്റ് പോർഷൻ ഭയങ്കര ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഒരുപാട് നേരം മുട്ട ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിൽ ആ ഒരു മസാലയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിൽ മുട്ട ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ പച്ചമണം മാറട്ടെ കേട്ടോ, അതിനുശേഷം മാത്രം മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മുടെ 6 മുട്ടയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 മിനിറ്റോളം ഇതിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഓഫ് ചെയ്തിടുക. ഞാൻ ഓഫ് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് നേരം ഇതിലിങ്ങനെ ഇരുന്നോട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുക്കർ തുറന്നിട്ട് ആ നമ്മുടെ ഗ്രേവി, നന്നായിട്ട് കുക്കായിട്ടുള്ള ഗ്രേവി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഈ മുട്ടയും ഈ ഗ്രേവിയും ഒന്ന് തിളക്കട്ടെ. ഞാനിതിലോട്ട് 1 നുള്ളു പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പഞ്ചസാര ഓപ്ഷണലാണേ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. കാരണം തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറയ്ക്കാം, അല്ലെങ്കിൽ നല്ല ലൂസ് ആവുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്ര വെള്ളം ഒഴിക്കാം. അതൊക്കെ ഡിപ്പെൻസ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതായത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത്. കുറച്ച് നേരം അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നന്നായി അരച്ചിട്ട് ചേർക്കുക. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് മാത്രം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം. പക്ഷെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു കുറുമയുടെ ടേസ്റ്റ് വരും. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ക്രീം ഒഴിക്കാം, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ കറിയിൽ നിന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യൻ രീതിയിലോട്ട് മാറും. എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഈ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പൂരിയുടെ കൂടെ, എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു എക്കറിയാണിത്, എക്കുറുമയാണിത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാനിതിന്റെ ടേസ്റ്റ് ഫൈനലായിട്ട് നോക്കട്ടെ. അപ്പോൾ ഇതിൽ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പോ പുളിയോ മധുരമോ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഒരല്പം ഉപ്പിന്റെ കുറവുണ്ട്, കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അപ്പൊ ഇത് ഇരിക്കും തോറും ഈ കറിയുടെ കളർ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ യമ്മി മുട്ടക്കുറുമ അതാ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടില്ലേ? സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തായി മുട്ടക്കറി? എങ്ങനെയുണ്ട് പാ? നോർത്ത് ലുക്കും ആൻഡ് ടേസ്റ്റ് എങ്ങനെയുണ്ട്? എന്തായാലും ആണോ? ഞാൻ വിചാരിച്ചു മുട്ടയ്ക്ക് ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും സംഭവം കിടുകയുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.